ഇന്നലെ തുടങ്ങിയ ആ ഒരു ഈ ഒരു ഫേസ് 2-3 ദിവസത്തേക്ക് നീണ്ടു നിൽക്കും. ഇപ്പോൾ അതിനകത്ത് കുറച്ച് വൾണറബിൾ ആയിട്ടുള്ള ദിവസങ്ങളെന്ന് പറയുന്നത് ഇന്ന് നാളെയാണ്. ഇതിനകത്ത് പ്രത്യേകിച്ച് ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, പിന്നെ എറണാകുളത്തിന്റെ കിഴക്കൻ ഭാഗങ്ങൾ, നേര്യമംഗലം, മൂവാറ്റുപുഴ, തൊടുപുഴ, പെരുമ്പാവൂർ, അങ്ങനെ ആ ഒരു ബെൽറ്റ് ആണ് കൂടുതൽ വൾണറബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഏകദേശം നല്ല മഴ തന്നെ നമുക്ക് ഇടുക്കിയിലും പത്തനംതിട്ടയിലും പ്രതീക്ഷിക്കണം. ഇടുക്കിയേക്കാൾ കൂടുതൽ മഴയാണ് പത്തനംതിട്ട പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർ ഒന്ന് അലർട്ടായിരിക്കുന്നത് നല്ലതാണ്, പ്രത്യേകിച്ച് നാളത്തെ ദിവസം. കാരണം ഇന്ന് നല്ല മഴ പെയ്യാൻ, ഉച്ച കഴിഞ്ഞിട്ട് നല്ല മഴയ്ക്കുള്ള സാധ്യതയാണ് കാണുന്നത്. ആലപ്പുഴ ജില്ലയിലും നല്ല മഴയാണ്. കുട്ടനാട് വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. കുട്ടനാട് മഴ പെയ്യുകയും അത് മാത്രവുമല്ല, പത്തനംതിട്ട, ഇടുക്കി തുടങ്ങിയ ജില്ലകളിൽ നിന്നുള്ള മഴവെള്ളത്തിന്റെ ഒഴുക്കും നദികളിലൂടെ ഈ പ്രദേശത്തേക്ക് എത്താനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ 3 ദിവസം 26-ാം തീയതി മഴ അല്പം കുറയും, പക്ഷേ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടയ്ക്കിടെയുള്ള മഴയുണ്ടാകും. ഇന്നും നാളെയുമാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, എസ്പെഷ്യലി ഇന്ന് കഴിഞ്ഞിട്ട്. കാരണം ഈ ആന്റിസിഡന്റ് റെയിൻഫോൾ ആണല്ലോ ഇതിനകത്ത്. അതായത് ഇതുവരെ പെയ്ത് കഴിഞ്ഞ മഴയാണ് പിന്നീടുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത്. അപ്പോൾ ഒറ്റപ്പെട്ട പോക്കറ്റുകളിൽ ഇങ്ങനെ വളരെ പെട്ടെന്ന് 1 മണിക്കൂർ കൊണ്ടൊക്കെ മഴ പെയ്യുമ്പോൾ അവിടെ മണ്ണിടിച്ചിലുള്ള സാധ്യത കാണുന്നുണ്ട്. ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം ജില്ലയുടെ ഭാഗങ്ങൾ, നേര്യമംഗലം, തൊടുപുഴ തുടങ്ങിയ ഇടങ്ങളിൽ മണ്ണിടിച്ചിലുള്ള സാധ്യത ഇന്ന് കഴിഞ്ഞ് നാളത്തേക്ക് അവർ കാണുന്നുണ്ട്. നാളത്തെ ആ ഒരു ശക്തമായ സ്പെല്ലിൽ. അപ്പോൾ ആ ഭാഗങ്ങളിലുള്ളവർ ഒന്ന് കെയർഫുൾ ആയിരിക്കുന്നത് നല്ലതാണ്. പിന്നീട് തൃശ്ശൂരിന്റെ ചില ഭാഗങ്ങൾ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോടിന്റെ മലഞ്ചെരുവുകൾ, കണ്ണൂരിന്റെ മലഞ്ചെരുവുകൾ, കാസർഗോഡിന്റെ മലഞ്ചെരുവുകളുടെ ഏരിയ, ആ ഭാഗങ്ങളിൽ മഴയുണ്ട്. പക്ഷെ ഇപ്പൊ ഇത്തവണ ഈ 2-3 ദിവസത്തേക്ക് മഴ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ ഭാഗത്താണ്. മധ്യ കേരളത്തിലും ആണ് പ്രധാനമായിട്ടും മഴ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. കൊല്ലം, തിരുവനന്തപുരം തുടങ്ങിയ ഇടങ്ങളിൽ വളരെ മോഡറേറ്റ് ആയിട്ടുള്ള മഴയായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്ന ചെറിയ മഴകളായിരിക്കും ഉണ്ടാവുക. പ്രത്യേകിച്ച് ഈ ഭാഗങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ആസ് ഇറ്റ് ഈസ് ഇന്ന് ഉച്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ മലഞ്ചെരുവുകളിലെ മഴ ശക്തമാകുന്നത് പ്രതീക്ഷിക്കേണ്ടത്. അത് നാളത്തേക്കും കണ്ടിന്യൂ ചെയ്യും. രാത്രിയിലും ഉണ്ട് മഴ. അപ്പോൾ നാളത്തേക്കും കണ്ടിന്യൂ ചെയ്യും. അത് ഇടപെട്ടുള്ള ശക്തമായ മഴകളാണ് ഇടയ്ക്കിടെ ആ ഭാഗങ്ങളിൽ പെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, നേര്യമംഗലം ഭാഗങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന പ്രദേശങ്ങളാണ് കേരളത്തിൽ. അതുപോലെ ചാലക്കുടി, മറ്റേ ആതിരപ്പള്ളി, ആ ഭാഗങ്ങളൊക്കെ നല്ല മഴ കിട്ടുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ആ ഭാഗങ്ങളിൽ കൂടുതൽ മഴ ഇക്കുറി ലഭിക്കും. ചാലക്കുടി പുഴ, പെരിയാറ്, പമ്പ, മീനച്ചിലാറ് തുടങ്ങിയ മേഖലകളിൽ വെള്ളം ഉയരാനായിട്ടുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഇന്ന് രാത്രി കഴിഞ്ഞതിന് ശേഷമുള്ള അവസരങ്ങളിൽ അത് ഒരുപാട് കണ്ടിന്യൂ ചെയ്യത്തില്ല. ഈ ഒരു 2-3 ദിവസത്തേക്കുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. പിന്നീട് മഴ കുറയും. അതാണ് ഇപ്പോഴത്തെ ഒരു റീഡിങ്. ഏതായാലും ഇന്ന് ഒരു മഴ ദിവസമാണ്. പ്രത്യേകിച്ച് മലഞ്ചെരുവുകളിൽ, മധ്യ കേരളത്തിലെ മലഞ്ചെരുവുകളിൽ ഇന്ന് ഒരു മഴ ദിവസമാണ്. നാളെ ഇത് കണ്ടിന്യൂ ചെയ്യും. മറ്റന്നാളെ അല്പം കുറയും. തീർച്ചയായും ഇപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ ഓണാഘോഷമൊക്കെ നടക്കുകയാണ്. അതിനിടയിൽ കൂടുതൽ ആളുകൾ യാത്രകളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ മഴ ശക്തമാകുമ്പോൾ പ്രത്യേകിച്ച് മലയോര മേഖലകളിലൊക്കെ കർശന നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കി സുരക്ഷിത മേഖലകളിൽ തുടരുന്നത് തന്നെയാണ് ഏറ്റവും നല്ല, അത് നിയന്ത്രണം ജാഗ്രതയുടെ ഭാഗമായി പറയുന്നത്. പക്ഷെ എന്നിരുന്നാൽ പോലും ഈ ഒരു മുന്നറിയിപ്പുകളെ ജനം അവഗണിക്കുന്നതായിട്ട് തോന്നാറുണ്ടോ? ഇപ്പോ മധ്യ കേരളത്തിലെ ഹിൽ സ്റ്റേഷനുകളിൽ ഈ സമയത്ത് യാത്ര ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം ഇടുക്കിയിൽ നമ്മുടെ കഴിഞ്ഞ മാസം 31-ാം തീയതി പെയ്ത പോലെ ഏകദേശം അതിനോടടുപ്പിച്ച മഴയാണ് ഇടുക്കിയിലും പത്തനംതിട്ടയിലും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ യാത്രകൾ ദുഷ്കരമായിരിക്കാനാണ് സാധ്യത. പ്രത്യേകിച്ച് എറണാകുളം വഴി പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ മഴ സാധ്യതയുള്ള പ്രദേശങ്ങളിലൂടെയാണ് കടന്നു പോകേണ്ടത്. അവിടെ താമസിക്കുന്നവർക്ക് പ്രശ്നമില്ല. കാരണം പക്ഷേ ഈ റോഡുകളിലൊക്കെ, ഈ വശങ്ങളിലൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈ മണ്ണിടിയാനുള്ള സാധ്യത കൂടുതലാണ്. അത് മാത്രമല്ല, ഹൈവേയുടെ നിർമ്മാണമൊക്കെ ഉള്ള സ്ഥലത്ത് മണ്ണിടിയാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഈ സമയത്ത്. അപ്പൊ അതുകൊണ്ട് ഈ ഓണക്കാലത്ത് യാത്രകൾ മധ്യ കേരളത്തിലുള്ളവർ കഴിവതും ഒഴിവാക്കുന്നതാണ് നല്ലത്. അതായിരിക്കും ഏറ്റവും നല്ലൊരു ഡിസിഷൻ. പിന്നീട് പോകാമല്ലോ. ഇനി അടുത്ത ദിവസങ്ങളിൽ അവധികളൊക്കെ ഉണ്ടല്ലോ. 26-ാം തീയതി വരെ ഈ ഒരു പ്രശ്നമുണ്ട്. 26-ാം തീയതി മഴ കുറവായിരിക്കും. 24, 25 തീയതികളേക്കാൾ മഴ കുറവായിരിക്കും 26-ാം തീയതി. പക്ഷെ എന്നിരിക്കലും
ആ വെള്ളം ഇറങ്ങി വരുന്നത് കോട്ടയത്തേക്കും ആലപ്പുഴയിലേക്കൊക്കെ ആണല്ലോ. അപ്പൊ അതിന്റെ ഒരു പ്രയാസം കൂടി ആ തദ്ദേശവാസികൾ അനുഭവിക്കേണ്ടി വരും. കാരണം കുട്ടനാട് നേരിട്ട് മഴ പെയ്യുകയും ചെയ്യും. ഇന്നും നാളെയും കുട്ടനാട് പ്രദേശത്ത് വൈക്കം കുട്ടനാട് ആ ബെൽറ്റിൽ മഴ ഇന്നുണ്ട്. അതിനൊപ്പം തന്നെ ഒഴുകി വരുന്ന ജലവും കൂടെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. മലഞ്ചെരുവുകളിൽ ഇന്നലെ മുതൽ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ അത് സാച്ചുറേറ്റഡ് ആവുന്നു. അപ്പൊ അതിന്റെ ആന്റിസിഡന്റ് റെയിൻഫോൾ പെയ്ത് കഴിഞ്ഞ മഴ മതി. അപ്പോൾ അവിടെ എല്ലാം ഒരു ഈർപ്പം തങ്ങി നിൽക്കുന്ന സ്ഥലമാണ് മലഞ്ചെരുവുകളിലും മറ്റും. പിന്നീട് ഉള്ള സമയങ്ങളിൽ ഒറ്റ മണിക്കൂറിൽ നല്ല മഴകൾ ഒക്കെ പെയ്യുമ്പോൾ അപ്പൊ ഈ മണ്ണിടിച്ചിലുള്ള സാധ്യത വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അത് കരുതിയിരിക്കുക. പ്രത്യേകിച്ച് ഇത്തരം സ്ഥലങ്ങളിൽ പരിചയമുള്ളവരല്ലല്ലോ ഈ ഇടനാടിൽ നിന്നും തീരദേശത്തു നിന്നൊക്കെ അവിടെ ടൂറിന് പോകുന്നവർ. അപ്പൊ ഏത് രീതിയിൽ പ്രതികരിക്കണമെന്ന് അറിയാൻ സാധിക്കില്ല. അതുകൊണ്ട് കഴിവതും മധ്യ കേരളത്തിലെ ഹിൽ സ്റ്റേഷനിലേക്കുള്ള യാത്ര തൽക്കാലം ഈ 3 ദിവസത്തേക്ക് ഒഴിവാക്കുന്നതാണ് നല്ലത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.